പശുക്കളെ അടിച്ചു വിട്ടേച്ച് ഇവിടെ വരുമ്പോഴാണ് കടുവായത്തുകൊണ്ട് അവിടെ ഒരു 3 മണിയാതെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പുതിയ എപ്പിസോഡെന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മൾ എവിടെയാണോ നിർത്തി അവിടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കോട്ടമല ടെമ്പിളിൻ്റെ അവിടെ എത്തിയതിന് ശേഷം ടെമ്പിളിൻ്റെ തൊട്ട് അടുത്ത് വെച്ചാണ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. കാരണം ആ വീഡിയോ ലെങ്ത് കൂടി പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ഒട്ടും കട്ട് ചെയ്യാനില്ല. കാരണം ഒരാൾ നേരിട്ട് അനുഭവിച്ച ജീവിത സാഹചര്യം, കടുവയെ നേരിട്ട് കണ്ടു. ഇന്നലെ ഇവിടെ പുലിയെ കണ്ടിട്ടുണ്ട് ഈ പ്രദേശത്ത്. അപ്പം എന്തുകൊണ്ടും ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഈ കോട്ടപ്പാറ ടെമ്പിളായിട്ട് ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു ചെറിയ വിളക്ക് കത്തിക്കുന്ന സ്ഥലമൊക്കെ ഉള്ളൂ. അപ്പോൾ ആ കാഴ്ചകൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത, ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. അപ്പം എന്തായാലും വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണുക. കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രദേശം, ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. ഇവിടേക്ക് എത്തിപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടുത്തെ ആ ഒരു ഭംഗി മനസ്സിലാകുള്ളൂ. ആ ഭംഗി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോവുകയാണ്. എല്ലാവരും കൂടെ വായോ. ഇതാ നമ്മൾ കോട്ടപ്പാറ ടെമ്പിളിൻ്റെ പ്രദേശത്തെത്തി. ആ ചേട്ടൻ ഇവിടെ വെച്ചാണ് കടുവയെ കണ്ടത്. അദ്ദേഹം അവിടെ നിൽക്കുകയായിരുന്നു. കടുവ അദ്ദേഹത്തെ കണ്ട് ഇപ്പം ചെറുകെ താഴോട്ടിറങ്ങിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തന്നെ 4 പശുക്കൾ കടുവ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു പോയ വളരെ വിഷമമുണ്ടാക്കുന്ന കഥകൾ നമ്മൾ കേട്ടു. അപ്പോൾ ആ കഥകളെല്ലാം കഴിഞ്ഞ വീഡിയോയ്ക്കകത്തുണ്ട്. അതെല്ലാം കാണുക. ഇപ്പോൾ തുടർ വീഡിയോ നമ്മൾ കാണുക. ടെമ്പിളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇന്നലെ ഇവിടെ മഴ പെയ്തിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇതാ ഈ വെള്ളം. ഈ പാറയിൽ ഇവിടെ ഇങ്ങനെ ഇനി പറ്റാതെ കിടക്കുന്ന വെള്ളമാണെന്നറിയില്ല. എന്തായാലും കൂത്താടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ വെള്ളം ഇതാ ഇവിടെ കണ്ടോ, കാട്ടുതീക്ക് ശേഷം നിൽക്കുന്നത്. പക്ഷേ ഇത് വനമല്ല, ഇത് സ്വകാര്യ വ്യക്തിയുടെ പട്ടയുള്ള ഭൂമിയാണ്. നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് മകരവിളക്കാണ്. മകരവിളക്കിന് ഇവിടെ നിന്നിട്ടാണ് മകരജ്യോതി എല്ലാവരും കാണുന്നത്. മകരജ്യോതി പാറ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം മകരജ്യോതി നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു പാറയാണിത്. നമ്മുടെ ഗവി എന്നൊക്കെ പറയുന്നത് ആ ഭാഗത്തായിട്ട് വരും, ഗവിയുടെ. അപ്പോൾ അവിടെയാണല്ലോ മകരജ്യോതി ഉണ്ടാകുക. മകരജ്യോതിയെ എവിടാ കാണുക? അവിടെ ഗവി അല്ലേ? അവിടെ ആ ഭാഗത്തായിട്ട് വരും അല്ലേ? ഇപ്പം മഞ്ഞ് കയറി കിടക്കും. ഇപ്പം മഞ്ഞ് ഒന്നും കാണുന്നില്ല. കാണണം. നേരം കഴിയുമ്പം മകരജ്യോതി വരുമ്പോഴിങ്ങനെ വിളക്ക് 3 പ്രാവശ്യം എല്ലാവരും ആൾക്കാരിങ്ങനെ ചുറ്റും കൂടി പിന്നല്ലാതെ ക്ഷേത്രം കണ്ടിട്ടാണ് പോവാം. ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഒരു കുഴപ്പമുണ്ടാകത്തില്ല. വെള്ളം സ്റ്റോക്ക് ഉണ്ടല്ലേ? വാട്ടർ ടാങ്ക്. പിന്നെ അല്ലാതെ മഴവെള്ളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ 10-20,000 ലിറ്റർ. അതെല്ലാം തീർന്നു കഴിഞ്ഞ് വണ്ടിക്ക് അടിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു. ശരി. ഫുള്ള് ടാങ്കില് 1400 രൂപ വെച്ച് ഒരാട് അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് അവരെ അങ്ങനെ ഞാൻ ഇരിക്കില്ല. പിന്നെ ഇവരെ അഴിച്ചു വിട്ട് കഴിയുമ്പോൾ ഇവരെ ഒരൊറ്റ പോക്ക് പോകും. മടത്തുമൊഴി ആറ്റിക്ക് പോകും. ആറ്റിക്ക് പോയി വെള്ളമൊക്കെ കുടിച്ച് അവിടുന്ന് പിന്നെ കയറിയൊക്കെ 2 ദിവസം കൊണ്ടെങ്കിൽ വരും. ശരി. അപ്പൊ അന്നേരത്തേക്ക് പിന്നെ ഫോണിൽ കൂടെ ഇവരെ ഇവിടെ പടവെല്ലോട് വിടും. അപ്പൊ എന്റെ പശുക്കളാന്നറിയാം. അന്നേരം അവിടെ ഉള്ളവർ വിടും അല്ലേ? അവിടെ ഉള്ളവരെ ശരി മിന്മായി കൊടുക്കും. മിന്മാക്കാരെ എനിക്ക് നേരെ കന്നുകാലികളെ കണ്ടറിയാം. ഇവര് കറക്കുന്നവരുണ്ട്. കറക്കുന്നവരിങ്ങനെ കൂട്ടി വരും. ഡാക്കളെ വിടത്തില്ല. കറക്കുന്ന പശുക്കൾ കൂട്ടി വരും. കറവയിച്ചിരും അടുത്തായി ഇതെല്ലാം കത്തി. അത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അതാ ഞാൻ ആലോചിക്കാം. ഗേറ്റിന്റെ അവിടെ ഈ താഴെ കൂടെ വഴിയുണ്ടോ? ഇല്ലില്ല, ഇവിടെ ഇതിലേക്കും പോകും. ഇല്ലെങ്കിൽ നിങ്ങളെ ഇതുവഴി വിടത്തില്ല. ഇതിന്റെ പള്ളക്ക് താടിയാ പുലി വന്നേക്കുന്നത്. ഓക്കെ അവൻ ഈ പാറ ഈ വെരുവുള്ള സ്ഥലത്താ കിടപ്പും സുഖം. വേറെ ശല്യങ്ങളൊന്നും.
മയില അല്ലേ? മയില. ആ, കാട്ടുകോഴി. ആ, ഇല്ലില്ല, ഇല്ല, ഇത്രേ ഉള്ളൂ. അതല്ലേ? ആണും പെണ്ണും എല്ലാം പെൺപിള്ളേർക്ക് വരെ കയറാവുന്ന മരമാണ്. അതെ 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 അതെ. ഞങ്ങള് ഈ ഗുരുനാഥൻ മണ്ണി പോയപ്പോഴേ അവിടെ ഒരു മകരജ്യോതി പാറയുണ്ട്. അത് ആലുവാക്കുടി. ആ, ആലുവാൻകുടി അല്ല, ഗുരുനാഥൻ മണ്ണ്. അവിടുന്ന് 6 കിലോമീറ്റർ പോകണം ആലുവാൻകുടി ഉള്ളിലോട്ട്. ഞാൻ അവിടെ എല്ലാം പോയിട്ടുണ്ട്. സ്വന്തക്കാരൻ ഗുരുനാഥൻ മണ്ണി ജംഗ്ഷൻ ഉണ്ടല്ലേ? അവിടെ കുറെ നമ്മൾ മേളിലോട്ട് പോകുമ്പോ ഒരു വലിയ മുളം തോട്ടം ഉണ്ടല്ലോ, മുള. അതിന്റെ മേളിലൊരു പാറയുണ്ട്, കാടാ. പാമ്പഴയും പാറ. പക്ഷെ ഇത് ഇത്രയില്ലല്ലേ? ഇത് വലിയ പാറ. ഇത് വലിയ പാറ, വലിയ പാറയാണ്. പക്ഷെ വനം അല്ല. ആലുവാകുടി അമ്പലത്തിൽ ആലുവാകുടി ഞങ്ങൾ പോയി. ഞങ്ങള് ശിവരാത്രിക്ക് പോയിട്ടുണ്ട്, അല്ലാതെയും പോയിട്ടുണ്ട്. ശിവരാത്രിക്ക് അവിടെ ഭയങ്കര പരിപാടി. അവിടെ കടുമ്പഞ്ചിറ അമ്പലം. ആ, കടുമ്പഞ്ചിറ എവിടാ? ഇവിടെ ചൂണക്കടവിനകത്ത്. വനത്തിലാണോ? അല്ലല്ലോ, അതേപോലെ കുറെ നടന്നു പോകാനുള്ള മലയുടെ മണ്ടയാണ്. അല്ല, പെരുന്തേനയുടെ അരിയൂശം മാത്രം. ആ, ഓ, ശരി ശരി ശരി. കൊട്ടമല. ഇവിടെ ഈ ഇതൊരു ക്ഷേത്രം എന്ന രീതി ഒന്നും ഇല്ലല്ലേ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ നേർച്ചക്കാരും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതിങ്ങനെ വ്യക്തികളുടേതും മറ്റു കൈകേറി വിശ്വസിക്കുന്നു. ആ ആ ആ. അതുകൊണ്ട് ആരാ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ? അമ്പലത്തിനകത്ത് ഈ വരുന്നവര് തന്നെ പൂജ നടത്തുന്നു. പിന്നെ ഇവിടെ ഒരു ഓക്കെ. ആ പേര് കണ്ടോ? ഒരിക്കലും ഇതല്ലേ? ഒരിക്കലും അവിടെ ഒരു കുളമായിരുന്നു. ആ, മണ്ണ് വീണ് ഞകർന്ന് അതിനകത്ത്. ഓ, ശരി. ഇപ്പൊ തന്നെ ഒരു 6 മാസം ഉണക്കായില്ലേ? അതെ. ഇനിയിപ്പോ പെരുന്നാഴ്ചയാകുമ്പോഴത്തേക്ക് ആ, പൊട്ടിക്കളിക്കും. 4 വർഷവും പറയാം. ആന്ന്. അതിന്റെ പേരെങ്ങും പോട്ടെ. ആ ആ. ഓക്കെ. ഓ, അതാ വലുതല്ലേ? ഓക്കെ.
വ്യത്യസ്തമായ പാറക്കല്ലുകൾ നിറഞ്ഞു കിടക്കുന്ന കരിഞ്ഞു പോയ ഒരു ഭൂപ്രകൃതിയാണ്. ഈ ഭൂപ്രകൃതി ഒന്ന് കാണുക. ഫ്രണ്ട്സ്, അപ്പോൾ കോട്ടമലയുടെ ഈ അതായത് കോട്ടമല ഒരു ക്ഷേത്രം എന്ന രീതിയിൽ ഇതൊക്കെ ഉള്ളൂ. അവിടെ ഇതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ മരം ഉണങ്ങി നിൽക്കുന്നു എന്ന് വിചാരിക്കേണ്ട, ഇതൊക്കെ നല്ലപോലെ ഇപ്പോൾ തകർത്ത് രണ്ട് മഴ പെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ മൊത്തത്തിൽ വിശാലമായ ഒരു പാറയുടെ പുറത്താണ് ഈ കോട്ടമല ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. തുറസായ സ്ഥലത്ത് നിൽക്കുന്നു എന്നത് ആണ് ഇവിടുത്തെ ഭംഗി. അതാണ് ഇവിടുത്തെ ഭംഗി. എനിക്ക് ഇത് കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് അത്യാവശ്യം അഡ്വഞ്ചറാണ്, അത്യാവശ്യം പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. കടുവ വന്ന സ്ഥലമാണ്. ഇപ്പോൾ പുലി ഈ കഴിഞ്ഞ ദിവസം പുലി കണ്ട സ്ഥലമാണ്. 5-6 പേര് കണ്ടു എന്നാണ് പറയുന്നത്. നമ്മൾ വന്ന വഴി തന്നെയാണ് പുലിയെ കണ്ടത്. അപ്പം പുലിയെ കണ്ട സ്ഥലമാണ്. അപ്പോൾ എന്തുകൊണ്ടും അത്യാവശ്യം ഒരു അല്പം ഡേഞ്ചറും അഡ്വഞ്ചറും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. മകരജ്യോതി ദർശിക്കാൻ ഇവിടെ നിന്നാൽ മകരജ്യോതി ദർശിക്കാം. അണ്ട ഭാഗത്തായിട്ടാണ് വരിക. ഇപ്പം ഒന്നും കാണത്തില്ല. അപ്പോൾ മകരജ്യോതി കാണാൻ പറ്റുന്ന പാറ എന്ന രീതിയിൽ ഈ നാട്ടുകാർക്കെല്ലാം പ്രശസ്തമാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുമെന്നാണ് പറയുന്നത്. എനിവേ, എന്തായാലും ഞങ്ങൾ തിരിച്ചിറങ്ങി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നില്ല. കാഴ്ചകൾ അവസാനിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഇനിയും കുറച്ചങ്ങോട്ട് ഇരുന്ന് നമുക്ക് ഈ വഴിയെല്ലാം നടന്ന് നമ്മൾ ഇറങ്ങിപ്പോകണമല്ലോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ പ്രകൃതിയുടെ അവസ്ഥ അറിയില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യമായ സ്ഥലമാണ്. ശരി, നമുക്ക് പോകാം. എന്നിട്ട് അവനെ വെക്കും. അവനെ വൈകിട്ട് ഞാൻ കുളിക്കാൻ ഇറങ്ങി. ഞാൻ വെളിയിലൊക്കെ കുടിക്കാം ഡോക്ടറെ. അത് ശരി. അവന് ഞങ്ങളുടെ മോനൊക്കെ വിളിച്ച് പണി കൊടുത്തത്. അവനെ വീടിന് അങ്ങോട്ട് വന്ന് എന്റെ തൊഴിൽ അവിടെ ഞാൻ ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അവിടെ നിന്ന് വേറൊരുത്തനും വെള്ളം അടിച്ചെടുത്തനോട് പറഞ്ഞ് സംസാരിക്കാൻ അവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഈ പുള്ളി കടുവായ വളർത്തുവായി
കടുവയെ വളർത്തുവാണ്. ഇൻഷുർ ചെയ്യുന്നു, വയറ്റിൽ കിടക്കുന്ന കിടാവിനെ വരെ ഇൻഷുർ ചെയ്ത് കാശ് മേടിക്കുന്നവനാ. അതേതാണ് അത് മൊത്തം ഇവനാ പറഞ്ഞു കൊടുത്തു. ഇത് എന്റെ മോൾ അമേരിക്കയിൽ ഇതുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഉടുപ്പ് ഇടാതെ ഇങ്ങനെ കന്നാലി കുറിക്കുന്നത് എന്റെ കൂടും എല്ലാം അവിടെ കാണിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കന്നാലി വളർത്തു കൊടുത്തോളാം. മോൻ വിളിച്ചിട്ട് പറഞ്ഞു എന്താ പണിയാച്ചാ ഇത് കേട്ടോന്ന് ചോദിച്ചു. അങ്ങനെ എനിക്കുള്ള ആൾക്കാർ നമ്മൾ കണ്ടോന്ന് ചോദിച്ചു. കഷ്ടപ്പെട്ടും കൂട്ടി നിർത്തി ഇത്ര എണ്ണത്തിൽ ഇവിടെ ഇട്ടൊരെണ്ണത്തിന് ഒരു നല്ല ജേഴ്സി പശുവായിരുന്നു. കടുവ പിടിച്ചു, കടുവ കൂടും വെച്ചു. അമ്മാരി പണ്ടം തെള്ളി താഴെ ഇട്ടിട്ട് ബാക്കിയെല്ലാം കുറച്ചുപേര് കൂട്ടിക്കയറ്റി വെച്ചു. ഈ പണ്ടം കുടിച്ചിട്ടാണ് ഇപ്പൊ അമ്മമാരെല്ലാം ഇവിടെ 5000 രൂപ. ഞാൻ പറഞ്ഞു എടാ ഞാൻ ഇത്രയും പെറ്റ് വളർത്തി എന്റെ കന്നാലിയും പോയി കഴിഞ്ഞിട്ട് നീ 5000 ഒന്ന് ഞാൻ കുടിച്ചിട്ടുള്ളതാണ്. കുറച്ചുപേരെ ഞാൻ തൂമ്പ എടുത്തൊന്ന് കുടിച്ചിട്ടാണ്. അവർക്ക് ഭയങ്കര വാശി. ഈ പണ്ടെടുത്തും പറയല്ലോ ഈ പെര വേകുമ്പോഴല്ല വാഴ വെട്ടാം. ഞാൻ പറഞ്ഞു ഞാൻ തകർന്നു നിൽക്കുന്നല്ലെന്ന് പറഞ്ഞു. അവന്മാര് വില ഉദ്ദേശിച്ചു. എവിടാ കൂടെ വെച്ചേക്കുന്നത്? ഇപ്പൊ കൂടെ എവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ വന്ന റോഡ് ഏതാ? താഴെ റോഡ് ഏതാ? തന്നെ വരാം. പെരുന്നാട് വഴി നോക്കുമ്പോ നേരെ താഴെ പുറത്ത് കാലി റബ്ബറല്ല അവിടെ തൂങ്ങി. ആ റബ്ബർ പോയി അടുത്തുള്ള ആറ്റും വന്നാൽ റബ്ബർ തൂങ്ങി മരിച്ചാ? 10ാം ക്ലാസ് വെച്ചാ? മരിച്ചു കഴിഞ്ഞ് ഗൂഗിളിനകത്ത് കിടപ്പുണ്ട് സുശീല വളം. ഗൂഗിളിനകത്ത് സുശീല വളം എന്നാ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാ, ആരും പറഞ്ഞു തന്നല്ല. ഇട്ട് കഴിഞ്ഞാ അവളെ ഇങ്ങോട്ട് ഇല്ല. അതാണ് രണ്ടും അടച്ചിട്ടേക്കോ 4 സൈഡും അടച്ചിട്ടേക്കോ. എന്ത് പ്രശ്നമാണ് സജ്ജി. കടുവക്കൂടാണ്, കടുവ കയറാത്ത കൂട്. ഈ കൂട് ഇവിടെ വെച്ചിട്ട് ഇതുവരെ കടുവ കയറിയിട്ട് അങ്ങനെയുള്ള വീണ് കിടക്കും അല്ലേ. വെച്ചിരിക്കുന്ന നല്ല സ്പോട്ടൊക്കെയാണ് അല്ലേ. കൂട് കണ്ടു. അതെ റോഡിന് അടിവശം കണ്ടു. വാട്ടർ ടാങ്ക് അതല്ലേ? ഈ വഴി 7 കൊല്ലം അതല്ലേ?